തിരുവമ്പാടി കെ.എസ്.ഇ.ബി. ആക്രമണ കേസിൽ റിമാൻഡിലായ പ്രതികൾ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കും. യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ, സഹോദരൻ ഫഹദ് എന്നിവരാണ് ജാമ്യാപേക്ഷ നൽകുക. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തിരുവമ്പാടി കെ.എസ്.ഇ.ബി. ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള പ്രതികൾ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ, സഹോദരൻ ഫഹദ് എന്നിവരാണ് ജാമ്യാപേക്ഷ നൽകുക. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക. നമുക്കറിയാം, ഏറെ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് തിരുവമ്പാടി കെ.എസ്.ഇ.ബി. ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ വൈദ്യുതി വിച്ഛേദിക്കുകയും പിന്നീട് കുടുംബമടക്കം സമരവുമായി രംഗത്തെത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. മാത്രമല്ല, കെ.എസ്.ഇ.ബി. ജീവനക്കാർ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 3.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കെ.എസ്.ഇ.ബി. ഓഫീസിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് കെ.എസ്.ഇ.ബിയുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ള വിശദീകരണ യോഗത്തിലടക്കം അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലും സഹോദരൻ ഫഹദ് ജാമ്യാപേക്ഷ നൽകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ജാമ്യാപേക്ഷ നൽകുക എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം കെ.എസ്.ഇ.ബിക്കെതിരെ ഈ കുടുംബം, അജ്മലിന്റെ കുടുംബം ഉപഭോക്തൃ കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മാനനഷ്ട കേസ് കൊടുക്കുവാനാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള തീരുമാനം. ഏതായാലും വലിയൊരു രീതിയിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് തന്നെയാണ് കെ.എസ്.ഇ.ബി. വിഷയം മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിഷ്ണു.